ഹലോ. ഈ വേഷമൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുമല്ലോ ഇവിടെ ഇനിയും ഓണം തീർന്നിട്ടില്ല എന്ന്. അപ്പം ഇനിയും ഓണം ഇല്ല, ഇത് ലാസ്റ്റ് ഓണം സെലിബ്രേഷനാണ്. ഓണം സെലിബ്രേഷൻ വേണമെങ്കിൽ 28ാം ഓണം സെലിബ്രേഷൻ എന്നൊക്കെ പറയാം. നമുക്ക് ഓണം കഴിഞ്ഞിട്ട് 28ാം ഓണം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. അപ്പം ആ 28ാം ഓണം സെലിബ്രേഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞങ്ങളുടെ വാർഡിലെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു ഓണപ്പരിപാടിയാണ്. ഓണപ്പരിപാടി എന്നതിലുപരി എല്ലാ കുടുംബങ്ങൾക്കും കൂടെ ഒത്തൊരുമിച്ച് ചേരാനുള്ള ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിലുള്ളത് എന്താ പറയുക, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അവരുടെ ഫാമിലിയാണ്. അപ്പം എല്ലാവർക്കും ഒത്തുകൂടാൻ അങ്ങനെ അധികം ദിവസങ്ങളൊന്നും കിട്ടാറില്ല. മാത്രമല്ല ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം വളരെ ബിസി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ മിക്കവാറും ഉള്ള പരിപാടി ഒന്നും ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇത്തവണയെങ്കിലും ഓണം ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓണം തന്നെ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ആക്ച്വലി ഒരുപാട് പേർക്കും ഈ ഓണത്തിന് എന്താ പറയുക നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അവധിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഇത്രയും നീണ്ടുപോയത്. പക്ഷെ എന്നാലും ഒരുമിച്ച് കൂടാനുള്ളൊരു അവസരം പാഴാക്കണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരും ഒത്തുകൂടി. കൊണ്ടൊരു മണിമാല സഖി കൊണ്ടൊരു മണിമാല കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല. ഡാൻസിനും പാട്ടിനുമൊക്കെ പുറമെ നമ്മുടെ മുട്ടായി പറക്കലും പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുന്നത്, പ്രായഭേദമന്യേ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എല്ലാവരും പിരിഞ്ഞത്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പരസ്പരം കാണാൻ പറ്റുന്ന ഒരു ദിവസം ഇങ്ങനത്തെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അതും. അപ്പം ഇനി തൊട്ട് അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. ഇത് ഞങ്ങൾ ഹാളൊന്നുമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ വീട്ടിൽ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം എന്താ പറയുക, മാക്സിമം ഈ ഒരു ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റി. ഇനിയൊരു ഒത്തുകൂടലിന് അടുത്ത ക്രിസ്മസ് വരെ ഇനി വരുന്ന ക്രിസ്മസ് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുവരെ നമുക്ക് ഭയങ്കര നല്ല മെമ്മറീസായിട്ട് ഇങ്ങനെ കാത്തു സൂക്ഷിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.